നീ കുളിച്ചാന്നോടാ ഇന്ന്? അതെ അമ്മേ, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ദേ തൊട്ടു നോക്ക്. എന്റെ ജാനു എന്തിനാ ഇങ്ങനെ ദിവസവും അടിച്ചു വരുന്നത്? ദേ ഇത് കണ്ടോ, മനുഷ്യൻ താമസിക്കുന്ന വീട്ടിൽ മാറാതെ പിടിക്കാൻ പാടില്ല, ഐശ്വര്യക്കേടാ. ശരി കൊച്ചമ്മ, എല്ലായിടത്തും എന്റെ കണ്ണും കൈയും എത്തിക്കണം. ഒന്നിനെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളത്തില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പെണ്ണായതിനു ശേഷം വാസു ഇന്നുവരെ നിന്നെ തൊട്ടിട്ടില്ല. എനിക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ അറിഞ്ഞിട്ടുമില്ല. ഏതായാലും ഇന്ന് ഞാൻ നിന്നെ തൊട്ടില്ല. എന്നായാലും നീ എന്റേത് മാത്രം. എന്റെ ജാനു എനിക്കൊരു ഉമ്മ തരും. ജാനു, എന്തോ? നീ അവനെ വിളിച്ചുണർത്തി കാപ്പി കൊടുക്ക്. എന്നിട്ട് ഇന്നെങ്കിലും രാവിലെ അവനോടൊന്ന് കുളിക്കാൻ പറ. ഇന്ന് അവന്റെ പുറന്നാൾ അമ്പലത്തിൽ പോണം. ശരി വെച്ചു. കോളേജിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ചെറുക്കൻ ഇങ്ങനെ ശുദ്ധമില്ലാണ്ടായത്. വൃത്തി കേട്ടോ. ചന്ദ്രകുഞ്ഞെ, കാപ്പി അവിടെ വെച്ചേക്കോ. ചന്ദ്രകുഞ്ഞിനോട് വേഗം വിളിച്ചൊരുങ്ങാൻ. ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളാ. അമ്പലത്തിൽ പോണമെന്ന് അമ്മ പറഞ്ഞു. ആ, എന്ത് വേണം? സുമതി ഒന്ന് വിളിക്കണമായിരുന്നല്ലോ. സുമതി, എന്താ കളിച്ചേട്ടാ? വളരെ ആശാൻ വിളിക്കുന്നുണ്ട്. പോയിട്ട് വരും. വാ. എന്തിനാ ചേട്ടാ വിളിച്ചത്? ഞങ്ങൾ പൊള്ളാച്ചിക്ക് ലോഡ് പോവാ. 2 ദിവസം കഴിയുമ്പോ ഇപ്പോൾ ഈ കാശ് സൂക്ഷിച്ച് ചാരി ചേച്ചിനെ കൊടുക്കാം കേട്ടോ. ആ, എന്താ പൊട്ടായി? 2 ദിവസത്തേക്ക് 4 കൊള്ളാം മിടുക്കി. ഞങ്ങൾ പോട്ടെ.
ഒന്ന് മാറിത്തരൂ, ഒന്ന് മാറിത്തരൂ. കണ്ടില്ലടാ, ലിവർ മുഴുവൻ കരിഞ്ഞു പോയെന്നാ തോന്നണേ. എവിടെയെങ്കിലും ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. വീട്ടുകാരെ എന്താ? ആരാ അകത്ത്? ആരാ പുറത്ത്? ഒരു കിളിയാണ്. കിളിയോ? കിളി വർത്താനം പറയുമോ? കിളി എന്ന് പറഞ്ഞാ മനുഷ്യ കിളിയാണ്. ആരായാലും ഇത്തിരി നില്ല. ഓ കൊതുകോ, അയ്യോ തവളയോ. താനെന്താ പറഞ്ഞത്? ഞാനൊരു വണ്ടിക്കിളിയാണെന്ന്. എന്ത് വേണം? റേഡിയേറ്ററുടെ പുക വരണം, ഇത്തിരി വെള്ളം വേണം. റേസ് ചെയ്യാശാനെ. ആശാനെ, ആശാനെ, ഞാൻ വെള്ളം എടുക്കാൻ ചെന്നോടത്തുണ്ടല്ലോ. എന്താടാ? ടാർപോളിനും ബോഡിയെല്ലാം അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ അവളുടെ കുളിമുറിയിൽ നിന്ന് കുളിക്കണു. നീ എന്തിനാ കുളിമുറിയിലേക്ക് നോക്കിയത്? ഞാൻ ചുമ്മാ നോക്കിയത് ആശാനെ. എന്നിട്ട് അവള് പെശക ആശാനെ. എന്ന് പറഞ്ഞ അവൾ എന്നോട് കയറി റേസായി. പുക വന്നവനും വെള്ളമില്ലാത്തവനൊക്കെ എന്തിനാ എന്നോട് വന്നു? എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാണ്. ആശാനെ കൂടെ ചെല്ലാങ്കി അവിടെ ഒരു സംഗതി നടക്കും ആശാനെ. അതിന് മാത്രം വാസുവിനെ കിട്ടൂല. സ്വീകരിക്കുന്നെങ്കിൽ ഈ ജന്മത്ത് വാസു ജാനുവിനെ മാത്രമേ സ്വീകരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ജാനുവ. പക്ഷെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ടേ വാസു ജാനുവിനെ കിട്ടൂ. കേരള വണ്ടിയിൽ